ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ മുതലാണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ. 2 wires of diameter 0.25 centimeter are made of steel and the other one made of steel and the other made up of brass are loaded as shown in figure 9.13. The unloaded length of steel wire is 1.5 meter and that of brass wire is 1.0 meter. Compute the elongation of the steel and the brass wire. Compute the elongation of the steel and the brass wire എന്ന് പറയുന്നത് എത്രമാത്രം ലോഡ് ഇട്ട് കൊടുത്തപ്പോൾ സ്റ്റീൽ വയറും ബ്രാസ് വയറും എത്രമാത്രം നീണ്ടിട്ടുണ്ട്, എലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. ഓക്കെ, സോ what are the things given? 2 wire of diameter 0.25 centimeter. സ്റ്റീൽ വയറും ഉണ്ട്, ബ്രാസ് വയറും ഉണ്ട്. ഓക്കെ, സ്റ്റീൽ വയറും ഉണ്ട്, ബ്രാസ് വയറും ഉണ്ട്. ഫിഗറിൻ്റെ അകത്ത് ഒരു ലോഡ് സ്റ്റീൽ വയർ കഴിഞ്ഞിട്ട് ഒരു ലോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 4 kgയുടെ. അത് കഴിഞ്ഞിട്ട് ബ്രാസ് വയർ കണക്ട് ചെയ്തു. ബ്രാസ് വയറിന് ശേഷം ഒരു ലോഡ് 6 kgയുടെ ഒരു ലോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റീൽ വയറിനും ബ്രാസ് വയറിനും ഡയമീറ്റർ തന്നിരിക്കുന്നത് 0.25 സെൻറ്റിമീറ്റർ വെച്ചാണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റീൽ വയർ ഈസ് 1.5 മീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് ബ്രാസ് വയർ ഈസ് 1 മീറ്റർ. ഇവിടെ നമ്മൾ നോക്കണം, ലെങ്ത് മീറ്റേഴ്സിലും ഡയമീറ്റർ സെൻറ്റിമീറ്ററിലും തന്നിരിക്കുന്ന രണ്ട് കേസിലും. സോ വി ഹാവ് ടു കൺവേർട്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു മീറ്റർ. കണ്ടുപിടിക്കേണ്ടുന്നത് ദ എലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് ദ ബ്രാസ്. ഞാനിവിടെ അതിനെ ഡെൽറ്റ L1 ഡെൽറ്റ L2 ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ L1 അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് വരുന്ന ഏത് ഫോമുലയ്ക്കകത്താണ്? തീർച്ചയായിട്ടും യങ്സ് മോഡുലസിൻ്റെ ഫോമുലയ്ക്കകത്താണ് ചേഞ്ച് ഇൻ ലെങ്ത് വരുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ യങ്സ് മോഡുലസ് ഫോമുല. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും യങ്സ് മോഡുലസ് ഓഫ് ബ്രാസും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. വൈ? ബിക്കോസ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒരു ടാബ്ലർ കോളത്തിൻ്റെ അകത്ത് സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റീല് ഒക്കെ തന്നിട്ടുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും യങ്സ് മോഡുലസ് ഓഫ് ബ്രാസും ഒക്കെ തന്നിരിക്കും. സോ ഞാൻ അവിടുന്ന് എടുത്തതാണ് വാല്യൂ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് 2 × 10⁻11 പാസ്കലും യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ഈസ് 0.91 × 10⁻11 പാസ്കലാണ്. കണ്ടുപിടിക്കേണ്ടുന്നത് എലോങ്ങേഷൻ ഓഫ് സ്റ്റീലും എലോങ്ങേഷൻ ഓഫ് ബ്രാസുമാണ്. ഞാൻ എലോങ്ങേഷൻ ഓഫ് സ്റ്റീലിനെ ഡെൽറ്റ L1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ സ്റ്റീലിൻ്റെ എല്ലാത്തിനും ഞാൻ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ Y1 ഈസ് ഇക്വൽ ടു F1 by A1 the whole divided by delta L1 by L1. സോ യങ്സ് മോഡുലസ് നമ്മളിത് തിരിച്ചിടുമ്പോൾ F1 L1 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു ഡെൽറ്റ L1 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്ത് L മാത്രമേ തന്നിട്ടുള്ളൂ, ലെങ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മളിനി എന്താണ്, നമുക്ക് ഡെൽറ്റ L1 ആണ് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും അറിയാം, പക്ഷേ നമ്മൾ ഫോഴ്സും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, ആകെ തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ്. ഇത് വെച്ച് നമ്മൾ ഫോഴ്സും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സ്റ്റീൽ വയറിലുണ്ടാകുന്ന ഫോഴ്സാണ്, ഈ സ്റ്റീൽ വയറിൽ വരാൻ പോകുന്ന ഫോഴ്സ് എത്രമാത്രം ഫോഴ്സ് നമ്മൾ ഈ സ്റ്റീൽ വയറിൽ കൊടുക്കുന്നുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്റ്റീൽ വയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് താഴോട്ടൊരു 4 kg കിടപ്പുണ്ട്, അതിൻ്റെ താഴോട്ടൊരു 6 kg കിടപ്പുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ മാസ് വിൽ ബി M1 + M2 4 + 6. ഈ സ്റ്റീൽ വയർ എലോങ്ങേറ്റ് ചെയ്യുന്നത് ഈ ലോഡും ഈ ലോഡും, ഈ 2 ലോഡ് കാരണമാണ്. സോ വി ഹാവ് ടു സം അപ്പ് 4 + 6 M1 + M2 that is 4 + 6 ഇൻറ്റു ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? 9.8 ആണ്. സോ 4 + 6 is 10 × 9.8 is 98 Newton. So we got
വാട്ട് ഈസ് ഫോഴ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് ഏരിയയാണ്. ഏരിയയുടെ ഫോർമുല ഒന്നീ പൈ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ അറിയാം ഡി നമുക്ക് തന്നിരിക്കുന്നത് 0.25 സെൻറ്റിമീറ്റർ. സോ സെൻറ്റിമീറ്റർ ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻറ്റു മീറ്റർ. ദാറ്റ് ഈസ് 0.25 ഇൻറ്റു 10⁻12 -2 മീറ്റേഴ്സ്. 0.25 ഇൻറ്റു 10⁻2 മീറ്റേഴ്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പൈ ഇൻറ്റു 0.25 ഇൻറ്റു 10⁻2 മീറ്റർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. സിംപ്ലിഫൈ ചെയ്യുമ്പം ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഞാൻ ഒരുപാട് സിംപ്ലിഫൈ ചെയ്തില്ല. വൈ? ബിക്കോസ് നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരുപാടൊക്കെ കട്ട് ചെയ്ത് പോകും. സോ ഞാൻ ഇവിടം വരെ സിംപ്ലിഫൈ ചെയ്തോളും. പൈ ഞാൻ 3.14 ആയിട്ട് തന്നെ വെച്ചു. ബാക്കിയുള്ളത് 0.25 ഇൻറ്റു 0.25 ഡിവൈഡ് ബൈ 4 ഞാൻ ചെയ്തു. സോ ഐ ഗോട്ട് ദ വാല്യൂ ആസ് 1.5625 ഇൻറ്റു 10⁻6 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഏരിയയുടെ വാല്യൂ കിട്ടി, ഏരിയ കിട്ടി, ഫോഴ്സ് കിട്ടി. ഓൾറെഡി L1 നമുക്കറിയാം 1.5 മീറ്റർ ആണ്. പിന്നെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ അറിയാം. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഡെൽറ്റ L1 മുകളിലോട്ട് എടുത്ത് y1 താഴെ ഇട്ടു. എന്നിട്ട് F1 L1 ഡിവൈഡഡ് ബൈ y1 ഇൻറ്റു A1. F1 നമുക്ക് കിട്ടി 98. F1 ഓൾറെഡി വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 98. ഏരിയ നമുക്ക് കിട്ടി L1. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പം അപ്രോക്സിമേറ്റ്ലി ഡെൽറ്റ L1 വിൽ ബി ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻4 മീറ്റർ. നിങ്ങൾക്ക് വലിയ വാല്യൂസ് വരുമ്പോൾ നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട് ഒരുപാട് വലിയ വാല്യൂസ് ഇതുപോലെ 4 എണ്ണാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. സോ റൗണ്ട് ചെയ്തിട്ട് അപ്രോക്സിമേറ്റിൻ്റെ ഇതിട്ടാൽ മതി. നേരെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, സോ L1 will be either 1.497 into 10⁻4 meter അല്ലെങ്കിൽ 1.5 into 10⁻4 meter. അപ്പോൾ നമുക്ക് എലോങ്ങേഷൻ ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂ കിട്ടി. ഇറ്റ് ഈസ് 1.497 into 10⁻4 meter. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എലോങ്ങേഷൻ ഓഫ് ബ്രാസ് ആണ്. ഓക്കെ, എലോങ്ങേഷൻ ഓഫ് ബ്രാസ് വയറാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഫോർമുല, യങ്സ് മോഡുലസിൻ്റെ തന്നെ ഫോർമുല എടുക്കുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് force by area and strain is change in length by original length. So ബ്രാസിൻ്റെ എല്ലാം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 വെച്ചിട്ടാണ്. സോ y2 F2 L2 ഡിവൈഡഡ് ബൈ A2 ഇൻറ്റു ഡെൽറ്റ L2. ആകെ തന്നിരിക്കുന്നത് L2ൻ്റെ വാല്യൂ ആണ്. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസും നമുക്കറിയാം. സോ വി ഹാവ് ടു ഫൈൻഡ് F2 ആൻഡ് A2. F2 എന്ന് പറയുമ്പോഴത്തേക്കും മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ എന്താണ്, ഈ ബ്രാസ് വയർ എലോങ്ങേറ്റ് ചെയ്യാനുള്ള കാരണം ഈ 4 kg മാത്രമാണ്. ഈ 4 kg ലോഡ് കൊണ്ട് മാത്രമാണ് ഈ ബ്രാസ് വയർ എലോങ്ങേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ മാസ് എന്താണ്, 6. M2 മാത്രമേ വരുള്ളൂ, 6. ആൻഡ് ഇത് താഴോട്ട് ആക്ട് ചെയ്യാണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. ഞാൻ സിംപ്ലിഫൈ ചെയ്തില്ല. വൈ? ബിക്കോസ് നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ സിംപ്ലിഫൈഡ് ആയിക്കോളും. ഏരിയയുടെ ഫോർമുല അറിയാം, പൈ ഡി സ്ക്വയർ ബൈ 4. ഇവിടെ നമ്മുടെ ഡയമീറ്റർ രണ്ടിനും സെയിം ആണ്, 0.25 ആണ്. സോ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യത്തേൻ്റെ അകത്ത് സിംപ്ലിഫൈ ചെയ്തത് തന്നെ ആയിരിക്കും വാല്യൂ. സോ 3.14 ഇൻറ്റു 1.5625 ഇൻറ്റു 10⁻4. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഫോഴ്സ് കിട്ടി, ഏരിയ കിട്ടി, യങ്സ് മോഡുലസ് അറിയാം, ലെങ്ത്തും അറിയാം. സോ F2 L2 ഈ ഫോർമുലയിൽ നിന്ന് ഡെൽറ്റ L1 മുകളിലോട്ട് പോകും, y2 താഴോട്ട് വരും. സോ F2 L2 ഡിവൈഡഡ് ബൈ y2 A2. F2 എന്താണ്, 6 ഇൻറ്റു 9.8. ബ്രാസിൻ്റെ ലെങ്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. y2 നമുക്കറിയാം 0.91 ഇൻറ്റു 10⁻11 പാസ്കൽ ഇൻറ്റു 3.14 ഇൻറ്റു 1.5625 ഇൻറ്റു 10⁻4. സിംപ്ലിഫൈ ചെയ്യുമ്പം 1.316 ഇൻറ്റു 10⁻4 മീറ്റർ കിട്ടും. ഈ 0.91 റൗണ്ട് ചെയ്ത് 1 ആക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 5th question. Now we are moving on to the 6th question. 6th question എന്താണ്, ദ എഡ്ജ് ഓഫ് ആൻ അലൂമിനിയം ക്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ്. ഒരു അലൂമിനിയം ക്യൂബ് ഉണ്ട്, അതിൻ്റെ 6 സൈഡും 10 സെൻറ്റിമീറ്റർ ലോങ് ആണ്. വൺ ഫേസ് ഓഫ് ദ ക്യൂബ് ഈസ് ഫേംലി ഫിക്സ്ഡ് ടു എ വെർട്ടിക്കൽ കോളം. ഒരു വെർട്ടിക്കൽ കോളത്തിൽ കൊണ്ടുവന്ന് ഒരു സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എ മാസ് ഓഫ് 100 kg ഈസ് ദെൻ അറ്റാച്ച് ടു ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ ക്യൂബ്. ഓപ്പോസിറ്റ് ഫേസിൽ കൊണ്ടുവന്ന് ഒരു 100 kg മാസ് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു.
the shear modulus of the aluminum is 25 gigapascal. Capital G represent giga. 25 gigapascal. What is the vertical deflection of the phase? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് vertical deflection of the phase ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു അലൂമിനിയം ക്യൂബ് തന്നു. ആ അലൂമിനിയം ക്യൂബിൻ്റെ എല്ലാ സൈഡും 10 സെൻറ്റിമീറ്റർ ലോങ് ആണ്. ഓക്കെ, ആ അലൂമിനിയം ക്യൂബ് കൊണ്ടുവന്ന് ഒരു വെർട്ടിക്കൽ കോളത്തിൽ ഒരു സൈഡ് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സൈഡ് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ ലോഡ് ഇട്ട് കൊടുത്തു. എത്ര ലോഡ്? 100 kg ലോഡ് ഇട്ട് കൊടുത്തു. ലോഡ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കും, മറ്റേ സൈഡ് ഇങ്ങനെ താന്നു പോരും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. എത്രമാത്രം ആക്ച്വലി ഇത് ഇങ്ങനെ ഇരുന്ന സാധനം താഴോട്ട് പോരും, ഇങ്ങനെ പോരും. സോ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനായ ഡെൽറ്റ എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷനായ ഡെൽറ്റ എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ എഡ്ജസ് എല്ലാം 10 സെൻറ്റിമീറ്റർ ആണ്. സോ സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ യൂണിറ്റ് മാറ്റണം. 10 സെൻറ്റിമീറ്റർ ഈസ് 0.1 മീറ്റർ, അല്ലെങ്കിൽ 10 × 10⁻² മീറ്റർ എന്ന് എഴുതാം, രണ്ടും സെയിം ആണ്. ഷിയർ മോഡുലസ് ഓഫ് അലൂമിനിയം തന്നിട്ടുണ്ട്. G is 25 gigapascal. Giga is 10⁹ ആണ്. ഓക്കെ, സോ 25 × 10⁹ പാസ്കൽ ആണ് ഷിയർ മോഡുലസ് തന്നിരിക്കുന്നത്. ഷിയർ മോഡുലസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമുലയാണ് എടുക്കുന്നത്. വാട്ട് ഈസ് ഷിയർ മോഡുലസിൻ്റെ ഫോർമുല? ടാൻജൻഷ്യൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ടാൻജൻഷ്യൽ സ്ട്രെസ് നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T വെച്ചിട്ടാണ്. ആൻഡ് ഷിയർ സ്ട്രെയിൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ തീറ്റ, ദിസ് തീറ്റ. ഓക്കെ, ഈ തീറ്റയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ തീറ്റ അതിനെ വേണമെങ്കിൽ tan theta is equal to ഓപ്പോസിറ്റ് സൈഡ് ABC ആണെങ്കിൽ AB/BC ആണെന്നറിയാം. സോ ആദ്യമേ നമ്മൾ തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം AB/BC. അപ്പം ഇവിടുത്തെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ തീറ്റയാണെങ്കിൽ ഈ തീറ്റ ഇരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് നമ്മുടെ 10 സെൻറ്റിമീറ്റർ ആണ്. അലൂമിനിയത്തിൻ്റെ എല്ലാ സൈഡും എല്ലാ എഡ്ജസും സെയിം ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. അത് അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉണ്ട്. തീറ്റയുടെ വാല്യൂ അറിയാമെങ്കിൽ ഡെൽറ്റ L കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കിട്ടും. ഓക്കെ, സോ ഷിയർ മോഡുലസ് ഈസ് T/θ. അപ്പോൾ T എന്ന് പറയുന്നത് സ്ട്രെസ് എന്താണ്? സ്ട്രെസ് എപ്പോഴും ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഇൻറ്റു താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആക്സലറേഷൻ വിൽ ബി ഓൾവേസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു M × G. M ഇവിടെ എത്രയാണ്? 100 kg ആണ്. G is 9.8. ഓക്കെ, ഇനി അലൂമിനിയം ക്യൂബിൻ്റെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ എന്തായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും അല്ലേ? സോ 0.1 × 0.1. ഓക്കെ, 0.1 × 0.1 നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 98,000 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, 98,000 പാസ്കൽ എന്ന് കിട്ടും. നൗ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. വി നോ വാട്ട് ഈസ് G. G is 25 × 10⁻9 പാസ്കൽ ആൻഡ് വി നോ വാട്ട് ഈസ് T. T എത്രയാണ്? 98,000 പാസ്കലാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ ഇപ്പുറത്തിട്ടിട്ട് T/G എന്നിടാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3920 × 10⁻9 കിട്ടും. ഓക്കെ, ആൻഡ് തീറ്റ tan തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി കൺസിഡർഡ് ടു ബി തീറ്റ. ഇതൊക്കെ വളരെ ചെറിയ ചേഞ്ചസ് ആണ്. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി കൺസിഡർഡ്, tan തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി കൺസിഡർഡ് ടു ബി തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഡെൽറ്റ L/L എന്ന് എഴുതാൻ പറ്റുന്നത്. സോ അലൂമിനിയത്തിൻ്റെ എല്ലാ സൈഡും ഒരുപോലാണ്. സോ L is 0.1 and theta we have already found out 3920 × 10⁻9. So our value is 3.9 × 10⁻7 meters. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വേണേൽ പറയാം.
ഒരു അലൂമിനിയം ക്യൂബ് തന്നിട്ടുണ്ട്. അലൂമിനിയം ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡ്സും ഒരുപോലെയാണ്. അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും 10 സെൻറ്റിമീറ്ററാണ്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ആ അലൂമിനിയം ക്യൂബ് കൊണ്ടുവന്ന് ഒരു വെർട്ടിക്കൽ കോളത്തിൽ ഒരു സൈഡ് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ 100 kg ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പം തീർച്ചയായിട്ടും ആ സൈഡ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇങ്ങനൊരു ആംഗിൾ ഫോം ചെയ്യും. ആംഗിൾ ഫോം ചെയ്തതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ഷിയർ മോഡുലസ് ഓഫ് അലൂമിനിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ക്യൂബ് ഇങ്ങനായിരുന്നു ഇരുന്ന ക്യൂബ് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വന്നപ്പം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എത്രമാത്രം സ്ലൈഡ് ചെയ്ത് താഴോട്ട് വന്നു, അതായത് ഡെൽറ്റ എല്ലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു റൈറ്റ് ആംഗിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇത് ടാൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം നമുക്ക് ഡെൽറ്റ തീറ്റ എടുക്കാം. ഈ ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. തീറ്റ ഏതിൻ്റെ അകത്ത് വരും? തീറ്റ വിൽ ബി കൺസിഡേർഡ് ഇൻ ദ ഷിയർ മോഡുലസ് ഫോർമുല ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അത് വെച്ച് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചു. തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. ഇവിടെ ആക്ച്വലി ടാൻ തീറ്റയാണ്. ടാനിൻ്റെ വാല്യൂ ടാനായിട്ട് എടുക്കണ്ട. അപ്രോക്സിമേറ്റ്ലി ടാൻ തീറ്റ ഈസ് കൺസിഡർഡ് ടു ബി തീറ്റ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എടുക്കാം ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. ഓക്കെ, ദിസ് ഈസ് അവർ 6th question. Now going on to the 7th question. 7th question. 4 identical hollow cylindrical column of a mild steel support a big structure of mass 50,000 kg. അതായത് 4 ഹോളോ സിലിണ്ട്രിക്കൽ കോളംസ്, ഇങ്ങനത്തെ 4 ഹോളോ സിലിണ്ട്രിക്കൽ കോളംസ്, 4 കോളം വെച്ചിട്ടുണ്ട്. ആ 4 കോളത്തിൻ്റെ മുകളിൽ ഒരു 50,000 kg ഒരു ലോഡ് കൊണ്ടുവന്ന് വെച്ചു നമ്മൾ, ഒരു ബിഗ് സ്ട്രക്ചർ. എന്നിട്ട് പറയുവാണ് ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ റേഡിയ ഓഫ് ഈച്ച് കോളം. ഓരോ കോളവും നമ്മൾ പറഞ്ഞ് ഹോളോ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇന്നർ റേഡിയസും കാണും, ഒരു ഔട്ടർ റേഡിയസും കാണും. ഇന്നർ റേഡിയസ് ഇസ് 30 സെൻറ്റിമീറ്റർ ആൻഡ് ഔട്ടർ റേഡിയസ് ഇസ് 60 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. അസ്യൂമിങ് ദ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ബി യൂണിഫോം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോളത്തിനും ഒരേ ലോഡാണ് ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ, അതായത് ഡെൽറ്റ എൽ ബൈ എൽ. ജസ്റ്റ് സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഓക്കെ, 4 ഹോളോ സിലിണ്ടേഴ്സ് ഉണ്ട് നമുക്ക്. ഈ 4 ഹോളോ സിലിണ്ടേഴ്സിൻ്റെ മുകളിൽ നമ്മളൊരു 50,000 kg മാസ് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയാണ് ഓരോ കോളത്തിലും കിട്ടുന്ന ലോഡ് ഈക്വലാണ്. 4 പേരും ഒരേ ഭാരമാണ് ചുമക്കുന്നത്. 50 kg ഡിവൈഡ് ചെയ്ത് 4 പേർക്കും ഒരേ ഈക്വൽ ലോഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയ തന്നിട്ടുണ്ട് നമുക്ക് 30 സെൻറ്റിമീറ്റർ. ഞാൻ ഇന്നർ റേഡിയനെ R1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഔട്ടർ റേഡിയനെ R2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. ഓരോ കോളത്തിലും ഉണ്ടാവുന്ന കംപ്രഷണൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കംപ്രഷണൽ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഈ ഡെൽറ്റ അല്ലെങ്കിൽ കംപ്രഷണൽ സ്ട്രെയിൻ വരുന്ന ഫോർമുല യങ്സ് മോഡുലസിൻ്റെ ഫോർമുലയാണ്. ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ കംപ്രഷണൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നോ കംപ്രഷണൽ സ്ട്രെയിൻ എന്നോ എടുക്കാം. സോ നമുക്ക് ജസ്റ്റ് കംപ്രഷണൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മതി. സോ കംപ്രഷണൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ഏരിയ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ നമ്മുടെ മാസ് എത്രയാണ്? 50,000 kg ആണ്. ഈ 50,000 kg താഴോട്ട് ആക്ട് ചെയ്യുന്നത്. സോ അവർ acceleration due to gravity. അപ്പം മാസ് എത്രയാണ്? 50,000 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അപ്പം നമുക്ക് കിട്ടും 4,90,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 4,90,000 ന്യൂട്ടൺ 49,000 എന്ന് കിട്ടും. ഒരു പോയിൻ്റ് ഉണ്ട്. സോ 49,000 എന്ന് കിട്ടും.
എന്നിട്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫോഴ്സ് എല്ലാത്തിൻ്റെയും കൂടെ മുകളിലിരിക്കുന്നതിൻ്റെ ഫോഴ്സാണ്, ഈ 4 എണ്ണത്തിൻ്റെ മുകളിലിരിക്കുന്നതിൻ്റെ. അപ്പം 4 പേരുടെയും കൂടെ സം ചെയ്തിട്ടുള്ള ഫോഴ്സാണ്. സോ വി ഹാവ് ടു കൺസിഡർ ഓരോ കോളത്തിലും എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഓരോ കോളത്തിലും എത്രമാത്രം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈക്വൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഫോഴ്സ് ഓൺ ഈച്ച് കോളം ഈസ് 49,000 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഫോഴ്സ് ഓൺ ഈച്ച് കോളം ഈസ് 49,000 divided by 4. Four lakh 90,000 divided by 4 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ 4 ഞാനത് താഴെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടിപ്പോകും എന്താണെങ്കിലും. സോ വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ഹോളോ സിലിണ്ടറിക്കൽ കോളം. ഏരിയ ഓഫ് ഹോളോ സിലിണ്ടറിക്കൽ കോളം സിലിണ്ടറിൻ്റെയൊക്കെ 10th പഠിക്കുന്നതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഔട്ടർ റേഡിയസിൻ്റെ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ, പൈ ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ. സോ R2 എത്രയാണ്? സോ നമുക്കിവിടെ 40 സെൻറ്റിമീറ്റർ ആണ്. 40 സെൻറ്റിമീറ്റർ ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻറ്റു മീറ്റർ. സോ ഇറ്റ് ഈസ് 0.4 മീറ്റർ. അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ ഈസ് 0.3 മീറ്റർ. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ട് R2 സ്ക്വയർ ഈസ് 0.4 സ്ക്വയർ മൈനസ് 0.3 സ്ക്വയർ. ഓക്കെ, 4ൻ്റെ സ്ക്വയർ ഇസ് 16 ആൻഡ് 3 സ്ക്വയർ ഇസ് 9. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 0.07 കിട്ടി. അതുകൊണ്ട് ഞാൻ പൈക്ക് 3.14 പകരം 22/7 ഇട്ട് കൊടുത്തു. വൈ? ബിക്കോസ് 7 7 ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി ഏരിയ ആസ് 0.22 മീറ്റർ സ്ക്വയർ എന്ന്. 0.22 മീറ്റർ സ്ക്വയർ എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്കറിയാം യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് 2 × 10⁻11 പാസ്കൽ. ഓക്കെ, ഇനി കംപ്രഷണൽ സ്ട്രെയിൻ. അപ്പോൾ കംപ്രഷണൽ സ്ട്രെയിനിൻ്റെ ഫോമുലക്കകത്ത് യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. കംപ്രഷണൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടിയിട്ടുണ്ട് 4,90,000 ഡിവൈഡ് ബൈ 4. ഇതുണ്ട് 4,90,000 ഡിവൈഡ് ബൈ 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസിൻ്റെ വൈയുടെ വാല്യൂ എത്രയാണ്? 2 × 10⁻11 ഇൻറ്റു 2 into and area is 0.22. Okay, when you simplify this you will get the value as approximately 2.8 × 10⁻6. Compressional strain ഒക്കെ യൂണിറ്റ്ലെസ് ആണ്, കാരണം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അതിൻ്റെ ഫോർമുല. സോ സ്ട്രെയിൻ ഈസ് യൂണിറ്റ്ലെസ്. സോ our value is 2.8 × 10⁻6. അപ്പോൾ compressional strain on each column is approximately 2.8 × 10⁻6. Okay, 2.8 × 10⁻6. അടുത്ത ക്വസ്റ്റ്യൻ, 8th question. A piece of copper having a rectangular cross section of 15.2 mm and 19.1 mm. ഒരു കോപ്പർ, എ പീസ് ഓഫ് കോപ്പർ ഹാവിങ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഒരു കോപ്പർ ഉണ്ട്, അതിൻ്റെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഒരു പീസ് ഓഫ് കോപ്പർ ഉണ്ട്, അതിൻ്റെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ് 15.2 mm ആൻഡ് 19.1. is pulled in tension with 44,500 ന്യൂട്ടൺ. ഒരു ഫോഴ്സ് കൊടുത്ത് എത്രയാണ്? 44,500 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് അതിനെ വലിക്കുവാണ്. പ്രൊഡ്യൂസിങ് ഓൺലി എലാസ്റ്റിക് ഡീഫോർമേഷൻ. കാൽക്കുലേറ്റ് ദ റിസൾട്ടിങ് സ്ട്രെയിൻ. ഇവിടെ നമ്മൾ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. Okay, so this is our formula. A piece of copper wire having a rectangular cross section of 15.2 mm and 19.1 mm. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ. അതിൻ്റെ ലെങ്ത്ത് 19.1 mm ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്നും വേണമെങ്കിൽ പറയാം 15.2 mm. ഇത് നമ്മളൊരു 44,500 ന്യൂട്ടൺ കൊടുത്തിട്ട് 44,500 ന്യൂട്ടൺ കൊടുത്തിട്ട് വി ആർ പുള്ളിങ് ഇറ്റ്. അപ്പോൾ ഇതിനുണ്ടാവുന്ന സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. ഓക്കെ, ഓൾറെഡി ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്.
2 മില്ലിമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു മീറ്റേഴ്സ്. സോ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ മീറ്റർ ആണ്. Okay, so 19.1 millimeter is 19.1 into 10⁻³ meter. Similarly, breadth 15.2 millimeter is 15.2 into 10⁻³ meter. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തൊന്നും എഴുതിയില്ല ഞാൻ, ഇത്ര എഴുതിയാൽ മതി, കാരണം നമുക്ക് വെട്ടിപ്പോക്കോളൂ. സോ 19.1 ഇൻറ്റു 15.2 ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ. നമുക്ക് ഓൾറെഡി ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. ആൻഡ് നൗ റിങ്സ് മോഡുലസ് ഓഫ് കോപ്പർ. റിങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് 110 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Young's modulus is equal to stress divided by strain. Strain is equal to force by Young's modulus into area. Force is 44,500 divided by Young's modulus is 110 into 10⁻⁹ into area of cross section is 19.1 into 15.2 into 10⁻⁻6. ഇത് നമുക്ക് 19.1 പകരം 19 എടുക്കാം, 15.2 പകരം 15 എടുക്കാം. എന്നിട്ട് ചെയ്യുമ്പം we will get the answer as 3.19 into 10⁻⁻9. 1.39 into 10⁻⁹ ആണ് സ്ട്രെയിൻ്റെ വാല്യൂ കിട്ടുന്നത്. സ്ട്രെയിൻ യൂണിറ്റ്ലെസ് ആണ്, സോ നമുക്ക് വാല്യൂ മാത്രമേ ഉള്ളൂ. 1.39 into 10⁻⁻9. താങ്ക് യു.